കുക്ക് വിത്ത് സോഫിയുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാനൊരു ബജിയാണ് ഉണ്ടാക്കുന്നത്. ഒരു ടീ ടൈം സ്നാക്കായ എഗ് ബജി. ഇത് സാധാരണ നിങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടായിരിക്കും. ഈ എഗ് ബജിയും അതിന് കഴിക്കാൻ പറ്റിയ ഒരു മുളക് ചമ്മന്തിയുമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. സിമ്പിളായി ഉണ്ടാക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ടേസ്റ്റിൽ മുമ്പിലുമാണ്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. എങ്ങനെയാണ് ഈ ബജി ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. മുട്ട ബജിക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 5 കോഴിമുട്ട പുഴുങ്ങി തോട് പൊളിച്ച് വെച്ചിരിക്കുന്നത്, 3/4 കപ്പ് കടലമാവ്, 1/2 കപ്പ് മൈദാമാവ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല. ഇനി ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല ആയാലും മതി. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കായം പൊടി, ഉപ്പ്, വെള്ളം, വറുക്കാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഇനി നമുക്ക് ഈ മുട്ട ഒന്ന് മുറിച്ച് വെക്കാം. ഇതുപോലെ എല്ലാ മുട്ടയും മുറിച്ച് വെക്കാം. മുട്ടയെല്ലാം മുറിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിനൊരു ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് കടലമാവ്, മൈദാമാവ്. ഇനി മൈദാമാവിന് പകരം അരിപ്പൊടിയാണേലും മതി. മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല. ചിക്കൻ മസാല ഇതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നതാണ്. അല്ലെങ്കിൽ ഗരം മസാല എങ്കിലും ഇടണം. മുളക് പൊടി, ഇതിനാവശ്യത്തിനുള്ള ഉപ്പ്, ഈ കുരുമുളക് പൊടി കുറേശ്ശെ ഈ മുട്ടയുടെ പുറത്തോട്ട് ഇങ്ങനെ ഒന്ന് തൂകി കൊടുക്കാം. ബാക്കിയുള്ള കുരുമുളക് പൊടി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇട്ടാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. കായപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി കുറേശ്ശെ വെള്ളം ചേർത്ത് ഇതൊന്ന് ബാറ്ററാക്കി എടുക്കാം. ഇതൊരു ഇഡ്ഡലി മാവിൻ്റെ അയവ് മതി. അത് കൂടുതൽ ലൂസായി പോകരുത്. അങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ചെങ്കിൽ നമുക്കതിൻ്റെ അയവ് മനസ്സിലാവുകയുള്ളൂ. ഇതുപോലത്തെ അയവിൽ വേണം നമ്മൾ ബാറ്റർ തയ്യാറാക്കി വെക്കാൻ. എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ മുട്ടയും എടുത്ത് ഈ ബാറ്ററിൽ മുക്കി എണ്ണയിലിട്ട് വറുത്ത് കോരാം. നന്നായിട്ട് മുക്കിയെടുക്കണം. നല്ലവണ്ണം ചൂടായ എണ്ണ കുറച്ച് തീ കുറച്ചിട്ട് വേണം മുട്ട അങ്ങോട്ട് ഇടാനായിട്ട്. അതുപോലെ വീണ്ടും അങ്ങനെ തന്നെ ചെയ്യാം. ഇത് ഒരു വശം മൂത്തിട്ടുണ്ട്. നമുക്കിത് മറിച്ചിടാം. ഞാനിത് കുറേശ്ശെയാണ് ഇട്ട് വറുത്ത് കോരിയെടുക്കുന്നത്. ഡീപ് ഫ്രൈ ചെയ്ത എണ്ണ വീണ്ടും ഞാൻ ഉപയോഗിക്കുന്നില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ആദ്യമായിട്ട് മുട്ട ബജി മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുക്കാം. നമ്മുടെ മുട്ട ബജി റെഡിയായി. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം.
ഇനി നമുക്ക് ഈ മുട്ട ബജിക്ക് ഒരു മുളക് ചമ്മന്തി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 15 വറ്റൽമുളക്. ഇത് കാശ്മീരി മുളകാണ് എടുത്തിരിക്കുന്നത്, എരിവ് കുറവുള്ളത്. ഒരു 15 ചെറിയ ഉള്ളി. ഇത് ചെറിയ ഉള്ളി തന്നെ വേണം, സവാള ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു ചെറിയ നെല്ലിക്ക വലിപ്പം വാളംപുളി, ഒരു തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ ഒരു 3-4 ടേബിൾ സ്പൂൺ വേണം. ചൂടായ പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആദ്യമേ ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. വലിയ ഉള്ളിയൊക്കെ ഒന്ന് പൊളർന്നിട്ടിട്ടുണ്ട്. ചെറു തീയിൽ വെച്ച് ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഏകദേശം വഴന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം. ഇനി മുളകില്ല, മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവസാനത്തെയും ഉള്ളി വഴന്ന് കഴിഞ്ഞിട്ടേ മുളക് പൊടി ചേർക്കാവുള്ള. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും. അതിലേക്ക് കറിവേപ്പില ചേർക്കാം. അപ്പം ഉള്ളിയും മുളകും എല്ലാം മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുളി ചേർക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര അവസാനം ചേർത്താൽ മതി. പഞ്ചസാര ചേർക്കാൻ മറക്കരുത്. ഇനി ഇതൊന്ന് തണുക്കാൻ വെക്കാം. പിന്നെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിനകത്ത് വെള്ളം ചേർക്കരുത്. നമ്മുടെ മുളക് ചമ്മന്തി ഇത് ഒത്തിരി പൊടിയായിട്ട് അരയ്ക്കണ്ട, അതായത് പേസ്റ്റ് രൂപത്തിലാക്കണ്ട. ഇതുപോലെ അല്പം തരിയായിട്ട് ഇരുന്നാൽ മതി. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർക്കണം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരെങ്കിൽ ഉപ്പും ചേർക്കണം. ഈ ചമ്മന്തിക്കകത്ത് വെളിച്ചെണ്ണ ഇതുപോലെ കിടക്കണം. ഇതുപോലെ ആയിരിക്കണം. വെളിച്ചെണ്ണയിൽ വേണം ഈ ചമ്മന്തി കിടക്കാൻ. ഒട്ടും വെള്ളം തൊടരുത്. നമ്മുടെ ചമ്മന്തി റെഡിയായി. നമ്മുടെ തട്ടുകട സ്പെഷ്യൽ മുട്ട ബജിയും മുളക് ചമ്മന്തിയും റെഡിയായി. ഈ മുട്ട ബജിക്ക് ഏറ്റവും നല്ല കോമ്പിനേഷൻ ഈ മുളക് ചമ്മന്തിയാണ്. ഇത് മുളക് ചമ്മന്തിക്ക് അല്പം മധുരിപ്പും പുളിയും ഉപ്പും എരിവും എല്ലാം ഒരുപോലെ ഉള്ളതാണ്. നിങ്ങൾ തീർച്ചയായും ഇതുണ്ടാക്കി നോക്കണം. നിങ്ങൾ തീർച്ചയായും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻസായി അറിയിക്കണം.
അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.